പുതിയൊരു സന്തോഷവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ വിഘ്നേഷ് ശിവൻ. ജീവിതത്തിലെ പുതിയ തുടക്കമെന്നാണ് വിഘ്നേഷ് ശിവൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി കുറിച്ചിരിക്കുന്നത്. എന്നാൽ എന്താണെന്ന് സംവിധായകൻ വ്യക്തമായി പറഞ്ഞിട്ടില്ല. വ്യക്തിജീവിതവും പ്രൊഫഷണൽ ജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ വിഘ്നേഷും നയൻതാരയും തുല്യ ശ്രദ്ധ തന്നെയാണ് നൽകുന്നത്. അടുത്തിടെയായി ഏതാനും ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിലായിരുന്നു രണ്ടുപേരുടെയും ശ്രദ്ധ. ഇതിനായുള്ള യാത്രകളിലായിരുന്നു വിഘ്നേഷും നയൻതാരയും. ഈ യാത്രയിൽ പോലും മക്കളെ കൂടെ കൂട്ടിയിരുന്നു ഇവർ. പിറന്നാൾ ആഘോഷം പോലും വിദേശത്താണ് നടത്തിയത്. വൈവിധ്യമായ ഉൽപ്പന്നങ്ങളുമായി ഒരു വലിയ ബ്രാൻഡാണ് നയൻതാര ഈ അടുത്ത സമയത്ത് അവതരിപ്പിച്ചത്. ചർമ്മ സംരക്ഷണ ബ്രാൻഡ് നയൻ സ്കിൻ, സാനിറ്ററി നാപ്കിൻ ബ്രാൻഡ് ഫെമിനയൻ, സൂപ്പർ ഫുഡ് ബ്രാൻഡായ ദി ഡിവൈൻ ഫുഡ് എന്നിവയാണ് നയൻതാരയുടെ പുതിയ സംരംഭങ്ങൾ. നിലവിൽ ഓൺലൈനിലും മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിപണി. പക്ഷേ ഈ സന്തോഷങ്ങളൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒരു ഗണേശ പൂജയോട് കൂടിയാണ് വിഘ്നേഷ് ശിവൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ച വീഡിയോ തുടങ്ങുന്നത്. പൂജയുടെ ഒരു ചിത്രം വിഘ്നേഷ് ഇൻസ്റ്റാ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും പുതിയ ബിസിനസ് സംരംഭമോ അല്ലെങ്കിൽ സിനിമയുടെ തുടക്കമോ ഒക്കെ ആകാമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷകൾ. അടുത്തിടെ നയൻതാരയ്ക്ക് വിക്കി പിറന്നാൾ സമ്മാനമായി കോടികൾ വിലമതിക്കുന്ന ഒരു മേബാക് കാർ സമ്മാനമായി നൽകിയിരുന്നു. ഇതിനു പുറമെ എന്താണ് വിശേഷം എന്നറിയാനുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ആരാധകർ. എന്തുതന്നെയായാലും ആരാധകരുടെ പ്രിയപ്പെട്ട താരദമ്പതികൾ തന്നെയാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും. മലയാളത്തിൽ നിന്നും കരിയർ ആരംഭിച്ച് പിന്നീട് തമിഴകത്തേക്ക് പോയ നയൻതാര കരിയറിനൊപ്പം തന്നെ കുടുംബജീവിതവും അവിടെ നിന്ന് തന്നെ കെട്ടിപ്പടുക്കുകയായിരുന്നു. ഉയിർ, ഉലകം എന്നീ ഇരട്ട കുട്ടികളുടെ അമ്മ കൂടിയാണ് നയൻതാര എന്ന്. ജീവിതത്തിലും കരിയറിലും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്നും വ്യത്യസ്തയാണ് നയൻതാര. എല്ലാത്തിനും കൂട്ടായി വിഘ്നേഷ് ശിവനും നയൻതാരയ്ക്കൊപ്പമുണ്ട്. ഞാനും റൗഡിതാൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് വിഘ്നേഷ് ശിവനും നയൻതാരയും തമ്മിൽ പ്രണയത്തിലാകുന്നത്. കരിയറിലെ ഏറ്റവും മികച്ച ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു നയൻതാര എന്ന്. വിഘ്നേഷ് ശിവനാകട്ടെ സംവിധായകൻ എന്ന നിലയിൽ പേരെടുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 7 വർഷത്തോളം ഇരുവരും തമ്മിൽ പ്രണയിച്ചു. ഒടുവിൽ 2022 ജൂണിലാണ് നയൻതാരയും വിഘ്നേഷും വിവാഹിതരായത്. അവിടെ നിന്നിങ്ങോട്ട് ഓരോ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ രണ്ടുപേരും ഒന്നിച്ചാണ്. കഠിനാധ്വാനം കൊണ്ട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും. ജീവിതത്തിലും ബിസിനസ്സിലും എല്ലാം ആ കൂട്ടുകെട്ട് നിലനിർത്തി മുന്നോട്ട് പോവുകയാണ് ഇരുവരും. അടുത്തിടെ നയൻതാരയുടെ ഈ വർഷത്തെ അവസാന ചിത്രം അന്നപൂർണ റിലീസ് ചെയ്തിരുന്നു. സിനിമയുടെ പ്രചരണാർത്ഥം യുവതികളായ തന്റെ ഫാൻസിന്റെ നടുവിലേക്കാണ് നയൻതാര ഇറങ്ങിച്ചെന്നത്. സ്വാദിഷ്ടമായ ബിരിയാണി നയൻതാര അവർക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്തു. സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. ചിലർ വിമർശനവുമായും രംഗത്തെത്തി. അതേസമയം മക്കൾക്ക് ഒരു വയസ്സ് പിന്നിട്ടതോടെ നയൻതാര വീണ്ടും സിനിമയിൽ സജീവമായിരിക്കുകയാണ്. ഇക്കൊല്ലം പുറത്തു വന്ന ഷാരൂഖ് ആറ്റ്ലി ചിത്രം ജവാനിൽ ഒരു ശ്രദ്ധേയമായ വേഷത്തിൽ നയൻതാര എത്തിയിരുന്നു. കോടികളാണ് ജവാൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. എന്നാൽ നടി എന്ന നിലയിൽ മാത്രമല്ല നയൻതാരയെ ബഹുമതികൾ തേടിയെത്തുന്നത്. ബിസിനസ് ടുഡേയുടെ ഡിസംബർ ലക്കത്തിൽ സോയ അക്തർ, സംഗീത റെഡ്ഡി, മാധവി പുരി ഭുജ് എന്നിവരോടൊപ്പം നയൻതാരയും ഇടം പിടിച്ചിട്ടുണ്ട്. ബിസിനസ് രംഗത്തെ ഏറ്റവും ശക്തരായ വനിതകൾ എന്ന ടൈറ്റിലാണ് ഇതിലൂടെ നയൻതാരയെ തേടി എത്തിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.